നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ റിയൽ ബ്യൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ ദ ആർട്ട് ഓഫ് ഡ്രൈവിങ് എന്ത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് വെറുതെ ഒരു റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടേക്കാണ്, എന്തിനാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലോക്കൽ ഏരിയയിലെ വഴികളിലൂടെ വെറുതെ നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഞാൻ ചില റീസൺസ് കാരണം അല്പം ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് സ്ഥലം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരെ ഡോംലൂർ എന്ന സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് ശരിക്കും ഈ രാവിലെ വെറുതെ ഇറങ്ങിയത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്നാണ്, നമുക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊട്ടിക്കും കൊടൈക്കനാലിനും അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാർ, മൈസൂർ അങ്ങനെയൊന്നും പോകണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ വീടിന് വെളിയിലിറങ്ങി നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് ശ്രമിക്കും. കാരണം ഈ രാവിലെയൊക്കെ ആകുമ്പോൾ എസ്പെഷ്യലി ഉണ്ടല്ലോ, ഈ നമ്മൾ ക്ലാസ്സുകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങുക. അപ്പോൾ മനുഷ്യനൊക്കെ ഇങ്ങനെ ലൈവായി തുടങ്ങുന്ന സമയം. ഈ സമയത്ത് നമുക്ക് പല നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും, പല രീതിയിലുള്ള മനുഷ്യർ. കാരണം മനുഷ്യരൊക്കെ വളരെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ തിടുക്കം കൂട്ടി അവരുടെ ഒരു ദിവസം തുടങ്ങുന്ന ഇതിലേക്ക് വരുന്ന ഒരു സമയമല്ലേ. ഞാൻ അങ്ങനെ യൂഷ്വലി ഈവൻ നാട്ടിലായാൽ തന്നെ രാവിലെയുള്ള സമയങ്ങളിൽ വെറുതെ ഒന്ന് കറങ്ങും. അത് ഈവൻ നമ്മുടെ നാട്ടുവഴികളിലൂടെ ആയാലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എവിടേക്കും ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലതായിട്ട് റിഫ്രഷ് ആവും. പക്ഷേ ഇതിനൊക്കെ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമയമാണ് കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ചായക്കടയിൽ. എവിടെ പോയാലും നല്ല നല്ല ചായക്കടകളൊക്കെ. ബാംഗ്ലൂർ ട്രാഫിക് ഹെക്റ്റിക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 2020 മോഡൽ BS6 ഹിമാലയൻ. ഇവിടെ കൺവീനിയൻസിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടുത്ത ഹിമാലയം പോകുന്നു. എന്തായാലും ഇവിടെ കൺവീനിയൻസിന് ഇത്തിരി പാടാണ്. കാരണം അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ നമ്മളിങ്ങനെ താങ്ങി നിർത്തി നമുക്ക് എപ്പോഴും അങ്ങനെ എടുത്തിട്ട് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ആ ഒരു ലെയിൻ ഡിസിപ്ലിനൊക്കെ നമ്മൾ എവിടെ പോയാലും പാലിക്കണമല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്ങിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് ആർക്കും ഒട്ടും ഡിസിപ്ലിൻ ഇല്ല. ശരിക്കും അതൊന്നും നമ്മളെ പഠിപ്പിക്കാത്തതുകൊണ്ടായിരിക്കാം. നമ്മളുടെ ഒരേ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം വണ്ടി ഓടിക്കുക. എങ്ങനെ ഓടിക്കണം, നമ്മൾ മറ്റു വ്യക്തികളെ കൺസിഡർ ചെയ്യണോ, അങ്ങനെയൊന്നും ആർക്കും ഒരു തോട്ടില്ല. അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എല്ലാം ചോദിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഗ്രാജുവലി നമ്മൾ പഠിക്കും. മിനിമം ഇന്ത്യൻ റോഡിനെ പറ്റിയും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിൻ്റെ കൾച്ചറും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 10 വർഷമെങ്കിലും ഒരാൾ യാത്ര ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റോഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് അത്യാവശ്യം ഇടിയും തട്ടും ഒക്കെ കെട്ടി എങ്കിലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ബാംഗ്ലൂർ ട്രിനിറ്റി സർക്കിളാണ്, നല്ല തിരക്കുള്ള സ്ഥലം. നമ്മൾ
MG റോഡിലേക്ക് കടക്കാൻ പോകുന്നു. പിന്നെ ആ ഒരു നോയ്സും ഒക്കെ നമുക്ക് ഡിസ്റ്റർബൻസാണ്. ഇപ്പം ഞാൻ വണ്ടി മാർച്ച് ചെയ്തപ്പോൾ നിങ്ങളൊരു സൗണ്ട് കേട്ടോ, വീ എന്നൊരു സൗണ്ട്. അത് എന്താണെന്ന് എനിക്ക് അതുകൊണ്ട് മനസ്സിലായിട്ടില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് 4 വർഷമായി. ഈ 4 വർഷം മുമ്പ് ഷോറൂമിൽ കാണിച്ചപ്പോഴും അവർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് സമാധാനം കിട്ടിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പലരുടെയും വണ്ടിയിൽ നിന്നും ഈ സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു അല്ലേ. ഇവിടെ ഇത്തിരിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഉണ്ടല്ലോ, ഇതുപോലെയൊന്നും കഴിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. നല്ല ട്രാഫിക്. ഇത് സൺഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കം ഒക്കെ. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ റിയൽ ബ്യൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ ദ ആർട്ട് ഓഫ് ഡ്രൈവിങ് എന്ത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ മറ്റുള്ള വ്യക്തികളെ പരിഗണിക്കുന്നത് തന്നെയാണ് ശരിക്കും ഈ ആർട്ട് ഓഫ് ഡ്രൈവിങ് എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ വളരെ തിടുക്കം കൂട്ടി എത്രയും വേഗം നമുക്ക് യാത്ര ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കാറുള്ളൂ. നമ്മളെപ്പോഴും റോഡിൽ ഇറങ്ങിയാൽ, ഇവൻ ഒരു ബൈ റൂട്ടിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോഴും നമ്മുടെ കാര്യം മാത്രമല്ലേ ചിന്തയുള്ളൂ. നമ്മൾ വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ സംസ്കാരമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. ഒരു കാൽനടക്കാരന് അല്ലെങ്കിൽ ഒരു സൈക്കിൾ യാത്രക്കാരന് നമ്മൾ വഴി കൊടുക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് 1 മിനിറ്റ് നമ്മളൊന്ന് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. കാരണം നമ്മളെല്ലാവരും തിടുക്കമുള്ളവരാണ്. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമ്മൾ 3 മിനിറ്റ് കൊണ്ട് എത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ഡ്രൈവിങ്ങിൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക. അതാണ് ശരിക്കും ഉള്ള ഡ്രൈവിങ്ങിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നിരത്തുകളിൽ ഈ ക്ലാസിക് 350 ഒക്കെ കാണുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ ഹിമാലയനും ഒക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇതായത് ഇവിടുത്തെ പരേഡ് റോഡാണ്, അതായത് പരേഡ് ഗ്രൗണ്ട്, റൈറ്റ്, സാം മനക്ഷോ പരേഡ് ഗ്രൗണ്ട്, ബാംഗ്ലൂർ. ഇത് ഫുള്ള് ആർമി ഏരിയയാണ്. നമുക്കിവിടെ വളരെയധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ചിന്നസ്വാമി സ്റ്റേഡിയം, ബാംഗ്ലൂർ. ഇവിടെയൊക്കെ മാച്ച് നടക്കുമ്പോൾ ഈ വഴി കൂടെ ഒന്നും പോകാനേ പറ്റത്തില്ല. ഞാനിവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇപ്പം ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റ് മാച്ച് നടന്നു. ഈ ടെസ്റ്റ് മാച്ചിൽ എപ്പോഴാണോ ഗെയിം അങ്ങോട്ട് ഓവറായത് അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ നമ്മൾ പോകുന്നതുകൊണ്ടേ നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല. എനിവേ, ഇന്നടുത്തേക്ക് എന്ന ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് വെറുതെ ഇറങ്ങുന്നതല്ലേ നമ്മൾ. ശരിക്കും നമ്മൾ ഇങ്ങനെ വെറുതെ ഇറങ്ങണം. രാവിലത്തെ ആ ഒരു സുഖവും അതിന് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ അത് ഈവൻ നടന്നിട്ടായാലും നമ്മൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഈ യാത്രകൾ ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നത് ഈ ചെറിയ ചെറിയ എക്സ്പീരിയൻസുകളൊക്കെ അല്ലേ, മനുഷ്യൻ്റെ ജീവിതങ്ങൾ, അവരുടെ രീതികൾ, അപ്പം അതൊക്കെ നമുക്ക് വ്യക്തമാണ്.
നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ മനുഷ്യരൊരിക്കലും സ്വന്തം കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന മനുഷ്യരൊക്കെ വളരെ കുറവല്ലേ. ഇത് കണ്ടോ ഗൈസ്, അവൻ ഓടിക്കുന്ന വണ്ടിയിൽ അവൻ തന്നെ ആ ഡോറിൽ ഗുഡ്കയൊക്കെ കഴിച്ചിട്ട് തുപ്പുന്നതാണ്. നല്ല ഭംഗിയുണ്ടാവും അല്ലേ. അവരെങ്ങനെ ഈ വണ്ടിക്കകത്തിരുന്ന് ഓടിക്കും? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംസ്കാരമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ കാണാൻ കിട്ടും. കണ്ടോ ആ ഗുഡ്കയുടെയൊക്കെ ആ ഒരു അവസ്ഥ. തുപ്പി 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 ആ ഗ്ലാസ് താത്തിട്ടേക്കുന്നത് തുപ്പാൻ വേണ്ടി ആയിരിക്കും. ഇപ്പം സിഗ്നൽ ഓണായില്ലേ, നമ്മൾ ഈ സിഗ്നൽ ഓണായാൽ ഉടൻ തന്നെ നമ്മൾ വെച്ച് പിടിച്ചൊരു പോക്കുണ്ടല്ലേ നമ്മുടെ ഡയറക്ഷനിലേക്ക്. ശരിക്കും അത് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജാണ്. കാരണം എന്തെന്നാൽ നമ്മൾ ആ എടുക്കുന്ന സമയത്ത് എതിരെയുള്ള റെഡ് ആവുന്നതിന് മുമ്പ് ഏതേലും ഒരു നമ്മളെ പോലെ വളരെയധികം വെപ്രാളം കാണിക്കുന്ന ഒരു മനുഷ്യൻ കാണും. അവൻ നല്ല ചീറിപ്പാഞ്ഞ് ആ റെഡായി കഴിഞ്ഞിട്ടും ഒരു പോക്കുണ്ടല്ലോ, അത് വളരെ റിസ്ക്കിയാണ്. സോ നമ്മളെപ്പോഴും സിഗ്നൽ ആയാലുടൻ തന്നെ നമ്മൾ സിഗ്നലിൽ നിന്ന് മാർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എസ്പെഷ്യലി വലിയ വലിയ ജംഗ്ഷനിലൊക്കെ, ഈ സ്ട്രേറ്റ് റോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ടി ജംഗ്ഷൻ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സംസാരിക്കുന്ന ഓഡിയോയുടെ ക്ലാരിറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ വിഷ്വൽ ക്ലാരിറ്റിയും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനും കൂടി ഇതൊരു ബിഗിനിങ് വീഡിയോ ആണ്. ഈ തലയിൽ വെച്ചേക്കുന്ന ഹെൽമെറ്റ് കൊണ്ടോ ഗൈസ്, എന്താ ഈ നമ്മൾ ശരിക്കും ഹെൽമെറ്റൊക്കെ തലയിൽ വെക്കുന്നത് ശരിക്കും ആൾക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പോലീസിനെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്, കാണിക്കാൻ വേണ്ടിയാണ്. മിടുക്കൻ റെഡ് സിഗ്നലിൽ പോയി. അപ്പം ശരിക്കും നമ്മൾ ഹെൽമെറ്റൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലേ. ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ലോങ് പോകുമ്പോൾ നമ്മൾ പ്രോപ്പർ സേഫ്റ്റി എടുക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി അടുത്ത ചന്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോകുമ്പം തന്നെ നമ്മൾ ഹെൽമെറ്റ് വെക്കണം കേട്ടോ ഗൈസ്. നല്ല ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്യണം. ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്താ രക്ഷയുള്ള കണ്ടോ. ഈ ഗുഡ്ക സംസ്കാരം എല്ലായിടത്തും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഈ വണ്ടിയിലും ഉണ്ട്. അണ്ണനും നല്ലപോലെ ഗുഡ്കയൊക്കെ കഴിച്ചിട്ട് തുപ്പുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ നാടിനെ അറിയാൻ, നമ്മുടെ ജനങ്ങളെ അറിയാൻ തിരക്കുള്ള സ്ഥലം തന്നെ വേണം. ഇപ്പം നമ്മൾ ബുക്ക് തുപ്പിയ കാര്യം പറയാനും ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറയാനൊക്കെ ആയാലും നമ്മൾ ഇതുപോലെ ഇറങ്ങിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ നമ്മളിങ്ങനെ ചെയ്യില്ല, നമ്മുടെ കാറിലൊക്കെ. അപ്പം എന്തായിരിക്കും അല്ലേ അവസ്ഥ? ദൈവമേ, നമുക്ക് റെഡ് ആണല്ലോ ഗൈസ്. നമ്മൾ എവിടെ നിൽക്കും എന്നുള്ളതിൽ എനിക്കൊരു പിടുത്തമില്ല. ഐ തിങ്ക് ഓക്കെ.
ചേട്ടാ പൊക്കു. നമ്മളെപ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഒഴിച്ചിട്ട് മറ്റ് വണ്ടിക്കാരൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലേ? അത് ഈവൻ ബൈക്കിലാണെന്നുണ്ടെങ്കിലും കാറിലാണെന്നുണ്ടെങ്കിലും. ഞാൻ കാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബൈക്കേഴ്സിനെ കൊണ്ടും ഈ കാൽനടക്കാരെ കൊണ്ടും ഓട്ടോക്കാരെ കൊണ്ടും ഒക്കെ മടുത്തു. അവന്മാർക്ക് ഒരിതുമില്ല. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ബൈക്കിൽ വരുമ്പോൾ നമ്മളെന്താ പറയുക, ഈ കാറുകാരന്മാരാരും നമ്മളെ പരിഗണിക്കത്തില്ലല്ലോ അല്ലേ? നമ്മുടെ സാഹചര്യം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. Okay, bye, take care.